തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ നിയന്ത്രണ വിധേയമായി എന്ന് മാത്രമാണ്. നിയന്ത്രണ വിധേയമായത് തന്നെ വളരെ ആശ്വാസം. പറഞ്ഞതുപോലെ 4 മണിക്കൂർ പിന്നിടുന്ന സമയത്താണ് ഈ നഗരമധ്യത്തിലുള്ളൊരു തീ വൻ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാനെങ്കിലും കഴിയുന്നത്. കെട്ടിടത്തിനകത്ത് ഇപ്പോഴും തീജ്വാലകളുണ്ട്. പ്രത്യേകിച്ച് മധ്യഭാഗത്താണ്. 2 സൈഡിലും ഒന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പടരുന്നത് തടയുന്നതിനും മറ്റു ഭാഗത്ത് അടുത്തുള്ള വലിയ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് പടരുന്നത് തടയുന്നതിനും വേണ്ടി കൂടുതലായി വെള്ളം അടിച്ചു. അഗ്നിരക്ഷ ഫയർ എഞ്ചിനുകൾ ആ ഭാഗത്ത് നിരത്തിവെച്ചാണ് കൂടുതലായി വെള്ളം അടിച്ചത്. അതുകൊണ്ട് 2 ഭാഗത്തും തീ പൂർണ്ണമായി എന്ന വണ്ണം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മധ്യഭാഗത്ത് ഇപ്പോഴും വെള്ളം കൂടുതലായി അടിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ തീജ്വാലകൾ ഉയർന്നു തന്നെ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളം അടിക്കുന്നതിനൊപ്പം മറ്റു സാധ്യതകൾ കൂടി ഫയർഫോഴ്സ് തേടുന്നുണ്ട്. അതായത് എയർപോർട്ടിൽ നിന്ന് വന്ന നമ്മുടെ ഫയർ യൂണിറ്റ് അതിലുള്ള വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിനിൽ നിന്ന് വെള്ളം അതിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കാരണം ഏകദേശം 1.5 മണിക്കൂറിലധികമായി എയർപോർട്ടിൽ നിന്ന് ഈ ഫയർ എഞ്ചിനും വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലെ വെള്ളം കുറഞ്ഞു. ഫയർഫോഴ്സിന്റെ യൂണിറ്റിൽ നിന്ന് വെള്ളം അതിലേക്ക് നിറയ്ക്കുകയാണ്. അതിൽ നിന്നാണ് കൂടുതൽ ശക്തമായി വെള്ളം അടിക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഒരു 3-4 എണ്ണം പ്രവർത്തിക്കുന്ന അത്രയും അളവിലേക്ക് വലിയ ശക്തിയിൽ വെള്ളം എയർപോർട്ടിന്റെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് വെള്ളം അടിക്കാൻ കഴിയുന്നുണ്ട്. അതടിക്കുന്ന സമയത്താണ് തീ നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നതും. തന്നെയായാലും ഈ വെള്ളം തീർന്ന ഫയർ എഞ്ചിനുകൾ അത് നിറയ്ക്കുന്നതിന് വേണ്ടിയും പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ തൊട്ടു താഴെയുള്ള കെട്ടിടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ഷോപ്പ് പ്രവർത്തിക്കുന്നത് നമ്മൾ പറഞ്ഞതാണ്. അതിനകത്തേക്ക് തീ പടർന്നിരുന്നു. അത് വെള്ളം അടിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു. ആ സമയത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിന്റെ ബോർഡും അതുപോലെ വെള്ളം അകത്തേക്ക് അടിക്കാൻ കഴിയുന്ന വിധത്തിൽ വഴിയൊരുക്കിക്കൊണ്ടാണ് അവിടെയുള്ള തീയും ഇപ്പോൾ നിയന്ത്രിച്ച് നിർത്താൻ ഏതായാലും കഴിഞ്ഞിട്ടുള്ളത്. ഈ ടെക്സ്റ്റൈൽ ഷോപ്പ് നഗരത്തിലെ ടെക്സ്റ്റൈൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒപ്പം തന്നെ പരസ്യ ബോർഡുകൾ ഒരുപാട് 2 ഭാഗത്തും പരസ്യ ബോർഡുകൾ ഉണ്ടായിരുന്നു. വെള്ളം അടിച്ചാൽ അകത്തേക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ ബന്ദവസായ രീതിയിലാണ് ആ കെട്ടിടം അതിൻ്റെ സ്ട്രക്ചറൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെള്ളം അടിച്ച് അകത്തേക്ക് കയറ്റുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി. കുറച്ചെങ്കിലും നിയന്ത്രിക്കാൻ കഴിഞ്ഞതിന് ശേഷം പുറമേ ഉണ്ടായിരുന്ന ബോർഡുകൾ സ്ട്രക്ചറുകൾ അതൊക്കെ തന്നെ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏണ് ഉപയോഗിച്ച് മുകളിലേക്ക് കയറി വലിച്ചു താഴെയിട്ടുമൊക്കെയാണ് ഇപ്പോൾ ഏതായാലും വെള്ളം അതിനകത്തേക്ക് അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിനകത്ത് മാത്രം ഇപ്പോൾ 5 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ യൂണിറ്റും അതുപോലെ ഒരു എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിനുമാണ് വെള്ളം അടിച്ചുകൊണ്ടേയിരിക്കുന്നത്. വെള്ളം തീരുന്ന മുറയ്ക്ക് മറ്റു വാഹനങ്ങൾ പോയി വെള്ളം നിറച്ചുകൊണ്ടേ വരികയാണ്. ഇപ്പോൾ ഏതായാലും വളരെ ശക്തിയായി ഞാൻ പറഞ്ഞ മധ്യഭാഗത്ത് തീജ്വാലകൾ ശക്തിയായി ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എയർപോർട്ടിന്റെ ഫയർ എഞ്ചിൻ ഉപയോഗിച്ച് വെള്ളം അങ്ങോട്ടേക്ക് അടിക്കുകയാണ്. അതിലെ വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിന്റെ യൂണിറ്റിൽ നിന്നാണ് അങ്ങോട്ടേക്ക് ആയാലും വെള്ളം നിറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. നഗരത്തിൽ ആ ഗതാഗത നിയന്ത്രണമൊക്കെ ആ വിധത്തിൽ തന്നെ തുടരുകയാണ്. ആശ്വാസത്തിന്റെ വാർത്തകൾ വരുന്നു. ഏകദേശം തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഉള്ളിലേക്ക് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ കടന്നിട്ടുണ്ട്.